ഗൈസ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയണേ. ഇവിടെ നല്ല മഴയുണ്ട്. ആദ്യം തന്നെ ഞാൻ ബീഫ് നല്ലപോലെ കഴുകി മാറ്റി വെച്ച് അത് കഴിഞ്ഞ് ചുമന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കഴുകി മാറ്റി വെച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ മിക്സിയിലോട്ട് അടിച്ച് പേസ്റ്റാക്കി, പിന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തും കൂടി എടുത്ത് മാറ്റി വെച്ച്, എന്നിട്ട് നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് കുക്കർ വെച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഹോൾ സ്പൈസസ് അതിലോട്ടിട്ട്, നിങ്ങൾക്ക് ബേ ലീവ്സ് ഇതിൽ ആഡ് ചെയ്യാവേ, നമ്മുടെ ചുമന്നുള്ളി അതിലോട്ടിട്ട് നല്ല കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകില്ലേ അതും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വാട്ടി നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും പെപ്പർ പൗഡറും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴട്ടി കൊടുക്കാവേ. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി, ഞാൻ ഇതിൽ 1.5 തക്കാളി എടുക്കുന്നുണ്ട്. 1.5 തക്കാളി അതിലേക്ക് അരിഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴട്ടിയതിന് ശേഷം നല്ല വഴണ്ട് വന്നിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ ബീഫിനെ അങ്ങോട്ട് തട്ടിയിട്ട് അതൊന്ന് ഇളക്കി നമ്മുടെ കുക്കർ തിരിച്ചടച്ച് വെക്കണേ. അടച്ച് വെച്ച് നമുക്കൊരു 8 വിസിൽ വരുന്ന അവിടെ നോക്കിയിരിക്കാം. ഇവിടെ സൈഡും കൈസും ബസ് സ്റ്റാൻഡിലോട്ട് നോക്കിയിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറക്കാം. അപ്പോൾ അതിൽ നിന്നൊരു മണം വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 2 കറിവേപ്പിലയും പൊട്ടിച്ച് നമ്മുടെ ബീഫ് കറി അതിലേക്ക് തട്ടി നല്ല നാടൻ തേങ്ങയുടെ പാലും അതിലോട്ട് ഒഴിച്ച് നല്ല കുറുക്കി വഴട്ടി എടുക്കണം ആ കറി. അത് കഴിഞ്ഞ് 2 പൊറോട്ടയും അതിലേക്ക് ഈ ജ്യൂസി ആയിട്ടുള്ള നല്ല വെന്ത് ഇതായ ബീഫും കൂടി ഇട്ട് വെച്ച് ഒരു പിടി പിടിക്കണം. സ്വർഗം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.